വലിയ 23 ഇഞ്ച് ചെടിച്ചട്ടിയിൽ വളർന്നിരുന്ന ഒരു മത്തൻ്റെ വള്ളി പകുതി ഭാഗം ഏതോ ജീവി തിന്നുപോയപ്പോൾ കേടായി പോകുമെന്ന് മനസ്സിലായ ഉടനെ തന്നെ ആ ഭാഗം വേറൊരു ചെറിയ ചെടിച്ചട്ടിയിൽ, അതായത് 12 ഇഞ്ച് ചെടിച്ചട്ടിയിൽ മണ്ണിൽ കുഴിച്ചു വെച്ചു. എന്നിട്ട് അവിടെ വേര് വരുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒറിജിനൽ മത്തൻ്റെ വേരൊക്കെ ചീത്തയാവുന്ന കണ്ടപ്പോൾ, റൂട്ട് നോട്ട് ഡിസീസ് വന്നപ്പോൾ ഈ ഇടയിലുള്ള ഭാഗം അങ്ങ് മുറിച്ചു. അപ്പോൾ ഇതൊരു പുതിയ ചെടിയായിട്ട് അങ്ങ് വളർന്നു. ഭാഗ്യത്തിന് നന്നായിട്ട് വളരുന്നുണ്ട്. സാധാരണ ഓരോ ഇലയുടെ കിടക്കിലും തളിരുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ തളിരുകളല്ല വരുന്നത്, പൂമുട്ടുകളാണ്. ആദ്യം നന്ന ചെറുതായിരുന്നു, എനിക്ക് സംശയം ഉണ്ടായിരുന്നു പൂമുട്ടാണോ അതോ തളിരാണോ എന്ന്. അതിൻ്റെ ഇടയിൽ 2-3 കൂമ്പുകൾ വേറെ ജീവികൾ നുള്ളിക്കളഞ്ഞു, പിന്നെയും വന്നു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ തായ്വള്ളി ഇപ്പോൾ വലിയ തിരക്കില്ലാതെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് കംപ്ലീറ്റ് പോയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ തളിര് അതിനും വരുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ പൂവിട്ട് കണ്ടിട്ടില്ല. ലെയറിങ് ചെയ്തുണ്ടായ പുതിയ ആളാണ് ഇപ്പോൾ പൂമുട്ടുകളായിട്ട് വന്നിരിക്കണേ. പക്ഷേ ഈ പൂമുട്ടുകളൊന്നും കണ്ടിട്ട് കായുള്ള പൂമുട്ടുകളല്ല. കായുള്ള പൂമുട്ടുകളാണെങ്കിൽ കടക്കിൽ ചെറിയ കായ ഉണ്ടാവും. പക്ഷെ അത് ഇതിൽ കാണുന്നില്ല. സാധാരണ മിക്ക ചെടികൾക്കും അങ്ങനെയാണ്. ആദ്യത്തിൽ കായില്ലാത്ത പൂക്കളുണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കായുള്ള പൂക്കളുണ്ടാവും. അതിൽ തന്നെ വളരെ കുറച്ചേ ചിലപ്പോൾ കായായിട്ട് മാറുള്ളൂ. എന്താ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും.